ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞാനിതാ വീട്ടിൽ നിന്ന് ഇന്നലെ വന്നതാണ് കേട്ടോ. മൂന്നാം പെരുന്നാൾക്കാണ് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റിയത്. അപ്പോൾ അതാ ഇന്ന് കൂടെ വാവുണ്ട്. ഞാൻ ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അതാ കണ്ട ലഗേജൊക്കെ ആയിട്ടാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്യാളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നാളെ മാണിയങ്കാട് വേലയാണ്, ലാസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള തയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ കൊണ്ടുവന്ന് ഇന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം പോരണമെങ്കിൽ. അപ്പോൾ വാവി ഇന്നുണ്ട് തന്നെ. അസ്മികൂട്ടല്ല കേട്ടോ, ആൾ എന്താ ഞാൻ കയറ്റം കയറുകൊണ്ട് കിതക്കുന്നുണ്ട്, പറയാൻ വയ്യ. അസ്മികൂട്ട മദ്രസില്ല, സ്കൂളില്ല. അപ്പോൾ പിന്നെ അവിടെ ആക്കി. അവൻ്റെ കൊണ്ടുവന്നാൽ എനിക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ വാവ എന്താ പറയുള്ളത്? പറയേ എന്തെങ്കിലും ഒന്നുമില്ല. പോട്ടെ. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി, 8:30 9:00 കേട്ടോ കുറ്റിപ്പുറത്ത് ബസ്. പിന്നെ എന്താണ്, ഞങ്ങളിങ്ങനെ ആക്കത്തിന് നടന്ന് പോകാൻ വിചാരിച്ച്. സെറ്റ് വെയിലും ഇല്ല, അതുകൊണ്ട് നല്ല സുഖം. പിന്നെ ലഗേജ് ഉള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിടിച്ച് നടക്കണ്ടേ, അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ളത്. പാടാ. അപ്പോൾ നമ്മൾ ബസ് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പെട്രോൾസ്ക്ക് പോയി. കാരണം ഇനി ഇവിടുന്ന് സാധനം എടുത്തുകൊണ്ട് എന്താ പറയുക, മാണിങ്ങാട്ട് തന്നെ പോവാം. പിന്നെ റിട്ടേൺ 10:15 ബസ്സിന് ഇങ്ങോട്ട് തന്നെ വരണ്ടല്ലോ, 9:00 ബസ്സിനാണ്ട് പോയാൽ മതിയല്ലോ വെച്ചിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, വെയിറ്റിംഗ് ഷെഡിൽ വാവനാക്കിയിട്ട് കാരണം കുറച്ചും ഇങ്ങോട്ട് നടന്ന് വരണ്ടേ. അപ്പോൾ അവളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വെച്ചാൽ അവിടെ ആക്കി. ഞാനിതാ ലൈനിങ്ങും സാധനമൊക്കെ എടുത്തിട്ട് പോവുകയാണ്. പിന്നെ ഒരു 10 മിനിറ്റും കൂടി ഉണ്ട് ബസ്സിന് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ എത്തണം. ഞങ്ങളിതാ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ 9:00 ബസ്സൊക്കെ കിട്ടി. ഞാൻ എൻ്റെ ഇടയിൽ ബട്ടൺ ഹൗസിൽ ഒന്ന് പോയിട്ടാണ്. പക്ഷെ ഞാൻ പോണ ബട്ടൺ ഹൗസ് ഒന്നും തുറന്നിട്ടില്ല. 9:15 എന്താ അറിയില്ല തുറക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലുണ്ടൊരു ബട്ടൺ ഹൗസ്, അങ്ങോട്ടാണ് പോയത്. പിന്നെ എന്താ പറയുക, വാവക്ക് ഞാൻ ചായ കൊണ്ടുവന്നിരുന്നു കേട്ടോ വരുമ്പോൾ. പിന്നെ ചിപ്സാണ് കഴിക്കുന്നത്, ചായക്ക് കടി സൽമാൻ പാരിസ്. പിന്നെ വേറെന്താ, ഇതാ പറയാം. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടേച്ചിട്ട് പണിയോട് തുടങ്ങട്ടെ. ഇതാ ലൈനിങ് വാങ്ങിയതാണ്, കട്ട് ചെയ്യാണ്ട്. പിന്നെ എൻ്റെ ഇടയിൽ ഇന്നിപ്പോൾ അർജൻറ്റായിട്ട് വന്നതാണ് കേട്ടത്. ഇന്നലെ വന്നതാണ്. ഏതാ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്ക്കണം. ഇത് തയ്ച്ചിട്ട് വേണം ഒക്കെ പോകാൻ. ഇതും കൊടുക്കാനുണ്ട് ഇപ്പോൾ ഒന്ന് അർജൻറ്റായിട്ട്. പിന്നെ അത് ഇതും കൊടുക്കാനുണ്ട്. ഇത് രണ്ടിടത്തൊന്ന് അർജൻറ്റ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇത് തയ്ച്ചിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ മെഷീനൊരു കംപ്ലൈൻറ്റായി. ഞാൻ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും കുടിക്കാമെന്ന്. ഭയങ്കര ദാഹല്ലേ, പക്ഷെ എന്തോ വെള്ളം കുടിച്ചിട്ട് ദാഹം മാറുന്നില്ലല്ലോ. ഇത് തണുപ്പായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ലിച്ചി വാങ്ങിയിട്ടാ. ഇത് ഇടയ്ക്കിടയ്ക്ക് ലിച്ചി കുടിച്ചിട്ടാണോ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ ഒരു സുഖം കിട്ടില്ല. എന്താ ഒരു സുഖമായി, അത്രയ്ക്ക് ഇഷ്ടമില്ല. എന്തോ ആദ്യം കുഴപ്പമുണ്ടായില്ല, ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്തോ ഒരു സുഖം കിട്ടില്ല. എന്തായാലും വേണ്ടില്ല. അപ്പോൾ ഞാൻ വാങ്ങി. എനിക്ക് വേഗം മെഷീൻ നേരാക്കിയിട്ട് വേണം. ഞാൻ ചുരിദാർ കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ച് പണിയും കൂടി ഉണ്ട്. അത് നെക്ക് കഴിഞ്ഞിട്ടോ, നെക്കിൻ്റെ വർക്ക് കഴിഞ്ഞ് ഉണ്ടോ, നെക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ചൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തു പറയാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ മെഷീനൊക്കെ നേരാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ വാവക്കിപ്പോൾ എടുത്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ബാഗാണിത്. അപ്പോൾ ആ ബാഗിന് ഞാൻ ഷിബൊക്കെ വെച്ച് കൊടുത്തിട്ടാ. നല്ലൊരു ഷിബൊക്കെ വെച്ച് കൊടുത്ത്. ഇനി പിന്നൊരു സേഫ്റ്റി ആണല്ലോ. അപ്പോൾ ഇതൊക്കെ വെക്കൽ കഴിഞ്ഞപ്പോൾ വാവനൊക്കെ ഞാൻ കുറേ വിളിച്ചിട്ട് ആളെ മിണ്ടില്ല. അപ്പോൾ എന്താ പോയി വെക്കുമ്പോൾ കണ്ടോ, ആൾ നല്ല ഉറക്കത്തിലുണ്ട്. ഇതുണ്ടോ, ഈ ഡ്രസ്സത്തെ ബാഗാണത്. ആൾ നല്ല ഉറങ്ങിയിരിക്കണേ. എന്ത് പറ്റിയണോ വാവേ, നല്ല ഉറക്കത്തിലാണ്. ഞാൻ ചില കിടന്നോട്ടെ. എൻ്റെ പെരുന്നാളിൻ്റെ തിരക്കും കഴിഞ്ഞ് ഇപ്പോൾ വേലൻ്റെ തിരക്കും കഴിഞ്ഞിട്ട് വേണം ഇപ്പം ഇനി ഇതൊക്കെ തുടങ്ങണമെങ്കിൽ കേട്ടോ. ഇതുണ്ടോ, അപ്പോൾ ഇതൊക്കെ വേലം കൂടി കഴിഞ്ഞിട്ട് മതി എന്നുള്ള വർക്കുകളാണ്, അർജൻറ്റൊന്നുമില്ല. കഴിഞ്ഞിട്ട് വേണം തുടങ്ങണമെങ്കിൽ. പിന്നെന്താ, വെയിലില്ല കേട്ടോ, ഒരു മഴ മൂടൽ.
ഇതിൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ 3-4 കൊല്ലമായി. അതിനിടയിൽ ഇതാ നമ്മളുടെ നാളത്തെ വേലക്കുള്ള കാളകളെ കൊണ്ടുപോകും കേട്ടോ. അതിന് കുട്ടികൾ നല്ല ആരവുണ്ട്, ഊക്കും പാട്ടും എന്തൊക്കെ അവരുടെ എന്താ പറയുക സന്തോഷങ്ങൾ ആഘോഷിക്കുകയുണ്ട്. നമ്മളിവിടെ ഇരുന്ന് കടയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്. അവർ കാണണമെന്നില്ല കേട്ടോ. അപ്പോൾ അതാ നല്ല വലിയ കാളയാണ്. അപ്പോൾ അതിനെയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. എൻ്റെ കടൻ്റെ മുന്നിലുണ്ട് ഒരു ക്ലബ്ബ്, അവരുടെ വകയുണ്ട്. അപ്പോൾ അതാ നമ്മളുടെ ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞിട്ടോ, ഒന്ന് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ അതാ വാവ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് ബിരിയാണി ഉമ്മ ഉണ്ടാക്കിയതാണ്. ബിരിയാണി വായൻ്റെ ഇടയൊക്കെ വാട്ടി നല്ല അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ കഴിച്ചില്ല, ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കില്ല, അത് കഴിയട്ടെ വിചാരിച്ച്. ഞാനിടും ആവേ സൂപ്പറാ. ചിക്കനാ എന്താണ് ചിക്കനല്ലേ? മുട്ടയാണ്. ഓ ശരി, മുട്ട ബിരിയാണിയാണ് കേട്ടോ. അതെ, ഇന്നലെ ചിക്കൻ ബിരിയാണി ആയിരുന്നു, പക്ഷെ ഇന്നലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നൈറ്റ് കുറച്ച് നേരം മതി ഞാൻ ഇവിടുന്ന് പോകാൻ. ഞാൻ 5 മണിക്ക് കടയിൽ നിന്ന് പോകുമ്പോൾ, അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പം പിന്നെ കാണാം. അപ്പോൾ അതാ നമ്മളുടെ ലാസ്റ്റ് ചുരിദാറും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ? അതായത് മഞ്ഞില്ല, കോളാമ്പിപ്പൂവിൻ്റെ ഒക്കെ മഞ്ഞല്ലേ. നല്ല ഹാൻഡ് വർക്ക് ഉണ്ട് ഇതിന്, പിന്നെ ബീഡ്സ് വർക്ക് ഉണ്ട്, പേൾ വർക്കും ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു ഇതുണ്ട്, അടിപൊളിയാണ്, സെറ്റാണ്. നല്ല ഭംഗിയുള്ള ചുരിദാർ കേട്ടോ. നമ്മുടെ താഴത്ത് അത്യാവശ്യം ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. കോട്ടൺ അല്ല, പക്ഷെ എന്നാലും മിക്സഡ് കോട്ടൺ ഇതായിട്ട് മിക്സഡാണ്. വാവണേ വാ ഓൾ ഡാൻസ് കളിക്കുന്നതിന്. അപ്പോൾ ഇതാ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് 5 മണിൻ്റെ ബസ്സിന് പോകണം കേട്ടോ. പോകണമെന്ന് വിചാരിക്കണേ. വേറെ എന്തെങ്കിലും പറയണ്ട. അപ്പം നമ്മളുടെ എൻ്റെ വേലൻ്റെ കംപ്ലീറ്റ് ആയിരുന്നു കേട്ടോ. ഇനി 2 ടോപ്പും കൂടി ഓർഡർ ചെയ്യാനുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതും കൂടി ഓർഡർ ചെയ്ത് വെക്കാണ്ട്. അപ്പോൾ ഇനി പോകുമ്പോൾ കാണാം. അപ്പോൾ അത് അവിടെ നല്ല മഴ ഉണ്ട്, പക്ഷേ വീടിൻ്റെ അവിടേക്ക് മഴ ഇല്ല കേട്ടോ. വാവേ നോക്ക്, ഇതാ ഞങ്ങളിതാ 5:10 ബസ് കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ 5:45 5:50 ബസ്സിനാട്ടോ പോകുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ നല്ല മഴ പെയ്തു. അതേ കണ്ട, ചായ ഒക്കെ കുടിച്ച്, പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അതേ കണ്ട, വേഗം എറിണ്ട് കൂടിയിട്ടുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ മഴ പെയ്ത് നല്ല മഴ ചെയ്തപ്പോൾ ഞാൻ കുട എടുത്തിട്ടില്ല. ആകെ എന്താ പറയുക ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ടോ. പിന്നെ ഭാഗ്യത്തിന് ബസ് വരുന്ന സമയത്ത് ഇത്തിരി മഴ പെയ്തിരുന്നെങ്കിലും പിന്നെ ബസ്സിൽ കയറേണ്ട പക്ഷേ ആ മഴ നിന്നു. ഇനി പെയ്യണതിൻ്റെ മുന്നേ വേഗം പോകണം. പിന്നെന്താ, അപ്പോൾ ഫുൾ സെറ്റല്ലേ? സെറ്റ്. അത്രയ്ക്ക് ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ പോകണം, ഇനി സമയമില്ല. പോട്ടെ പോവാ. പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, വീഡിയോ എടുക്കാൻ നേരമില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ ബൈ.